ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം, മൊമെന്റം ഇൻവെസ്റ്റിംഗ്, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, ക്ലോറിൻ റിഗ്, റെമിഷൻ, സ്ക്വയർ കിലോമീറ്റർ അറേ പ്രോജക്ട്, സ്പീഷീസ് ഇൻ ന്യൂസ് ആയിട്ട് സിസൽ പ്ലാൻ, അതുപോലെ പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഇക്വഡോർ. നമുക്ക് വൺ ബൈ വൺ ഓരോ ടോപ്പിക്സിലേക്ക് പോകാം. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ടോപ്പിക് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. സോ എന്തുകൊണ്ട് അത് ന്യൂസിൽ വന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം നമ്മുടെ ഈ വിൻ്റർ സീസണോടനുബന്ധിച്ച് ഡൽഹി പോലെയുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ, സ്മോഗ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അത് ഏറ്റവും പീക്ക് ചെയ്യുന്ന ഈ ടൈമിലാണ്. അതിൻ്റെ പല പല കാരണങ്ങളും നിങ്ങൾക്കറിയാം. ഈ പറഞ്ഞ പോലെ സ്റ്റബിൾ ബേണിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഡൽഹി പൊല്യൂഷന് ഭയങ്കര നൊട്ടോറിയസ് ആയിട്ടുള്ളതാണ്. ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ, അതുപോലെ തന്നെ ഒറ്റയൊക്കെ ഇരട്ടയൊക്കെ നമ്പറുകൾ, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ എന്താണ് ന്യൂസ് വന്നതെന്ന് പറഞ്ഞാൽ, ദ ഹിന്ദുവിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ടായിരുന്നു, മോസ്റ്റ് ഇന്ത്യൻ സിറ്റീസ് ആർ ഫാർ ഫ്രം ക്ലീൻ എയർ ടാർഗറ്റ്. അപ്പോൾ ഇന്ത്യൻ സിറ്റീസ് ഈ പറഞ്ഞതുപോലെ പൊല്യൂഷൻ്റെ കാര്യത്തിൽ ലോകത്തിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ അതിനെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടി മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അവർ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു ഇനീഷ്യേറ്റീവാണ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. So, National Clean Air Program was launched by the Ministry of Environment, Forest and Climate Change in January 2019. അപ്പോൾ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു പ്രോഗ്രാമാണ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. അത് പല പല പ്രോഗ്രാംസുകളൊക്കെ ഉണ്ട്. നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഉള്ള ഓരോന്നിൻ്റെ കമ്പോണൻസ് ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് എന്നാണ് വന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അവരുടെ ഗോൾ, ദ സ്റ്റേറ്റഡ് ഗോൾ ഈസ് ടു റെഡ്യൂസ് ആവറേജ് പാർട്ടിക്കുലേറ്റ് മാറ്റർ കോൺസെൻട്രേഷൻസ് by 40% by 2026 compared to 2017 in 131 cities. അപ്പോൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ PM, നിങ്ങൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്നൊക്കെ ഒരു പക്ഷേ കേട്ടിട്ട് കാണും. എയർ ക്വാളിറ്റി ഇൻഡെക്സ് പല കമ്പോണൻസിനെയും 8 പൊല്യൂട്ടൻസിനെ വെച്ചിട്ടാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് പറയുന്നത്. അതിൻ്റെ അകത്തുള്ളതാണ് പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5, പാർട്ടിക്കുലേറ്റ് മാറ്റർ 10. അതിൻ്റെ സൈസ് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ പാർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ കോൺസെൻട്രേഷൻ 40% കുറയ്ക്കുക എന്നുള്ളതാണ് ഈ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാമിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ സെലക്റ്റഡ് സിറ്റീസിൽ 2024 ആയിരുന്നു ആദ്യം വെച്ചിരുന്നത്. അതിനുശേഷം അത് 2026 ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ ഡേറ്റ അത്ര ഒരു ശുഭകരമായ ഡേറ്റ അല്ല. ന്യൂസിൻ്റെ അകത്ത് പറയുന്ന പ്രകാരമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിറ്റീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതാണ് മോസ്റ്റ് ഇന്ത്യൻ സിറ്റീസ് ആർ ഫാർ ഫ്രം ക്ലീൻ എയർ ടാർഗറ്റ്, lagging behind. The table shows PM 2.5 annual average in India's most polluted cities from 2019 to 2023. It remained higher than the acceptable level of 40 micrograms per cubic meter in all the years. Delhi, Patna, Faridabad, Muzaffarpur, Noida. അപ്പോൾ അവിടെ എല്ലാമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പൊല്യൂഷൻ്റെ പാർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അളവ് അനുവദനീയമായതിലും വളരെ കൂടുതലായിട്ട് തന്നെ നിൽക്കുന്നു. അത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ മാത്രമല്ല, നമ്മൾ താഴോട്ട് വരുമ്പോൾ വിശാഖപട്ടണം ആണെന്നുണ്ടെങ്കിലും നവി മുംബൈ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ട്. സ്റ്റബിൾ ബേണിങ് ആണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണമെങ്കിലും ബാക്കിയുള്ളിടത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഗ്ലോബൽ ലെവലിൽ ക്ലൈമറ്റ് ചേഞ്ചിനുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്താണെന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇസ് എ ടൂൾ ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഓഫ് എയർ ക്വാളിറ്റി സ്റ്റാറ്റസ് ടു പീപ്പിൾ ഇൻ ടേംസ് വിച്ച് ആർ ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാർട്ടിക്കുലേറ്റ് മാറ്റർ 40%, അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര PPM, പാർട്സ് പെർ മില്യൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കത്, അല്ലെങ്കിൽ ഇത്ര മൈക്രോഗ്രാംസ് പെർ ക്യൂബിക് മീറ്റർ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അതൊരു ലേമൺ ടൈംസിൽ അതിനെ ആക്കാൻ വേണ്ടിയാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. അപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെയാണ് കാര്യം, നമ്മുടെ വായു നിലവാരം മോശമാണ് എന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അതിനുവേണ്ടിയുള്ള ഒരു ടൂളാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. അപ്പം എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമ്മുടെ തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഡിസ്പ്ലേ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കാര്യവട്ടം, കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലാണെന്ന് അവിടെയാണെന്നുണ്ടെങ്കിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാമൂടൊക്കെ ആണെന്നുണ്ടെങ്കിലും എയർ ക്വാളിറ്റി ഇൻഡെക്സ്, അതിൻ്റെ ഓരോ കമ്പോണൻസ്, ഓരോ പൊല്യൂട്ടൻസിൻ്റെ കാര്യങ്ങൾ, PM 2.5, PM 10, പാർട്ടിക്കുലേറ്റ് മാറ്ററാണ് PM എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ സൈസ് അനുസരിച്ചാണ് 2.5, 10 പറയുന്നത്. അതുപോലെ അമോണിയ, ലെഡ്, നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഓസോൺ, കാർബൺ മോണോക്സൈഡ്, ഇതിൻ്റെ ഓരോന്നിൻ്റെ പൊല്യൂട്ടൻ്റെ ലെവൽ ലൈവായിട്ട് കാണിക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയുണ്ട്. അത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഡൽഹിയുടെ കാര്യത്തിൽ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാന്,
ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പം നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു പദ്ധതിയാണ്. പക്ഷേ വാർത്തകൾ അത്ര ശുഭകരമല്ല. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കേണ്ടത്. അടുത്തത് മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ്. മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ് ഒരു ഈ പറഞ്ഞതുപോലെ ട്രേഡേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതായത് വളരെ കൺവെൻഷനലി നമ്മൾ ഈ പറഞ്ഞ പോലെ കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൂടിയ വിലയ്ക്ക് വിൽക്കും. വില ഏറ്റവും കുറഞ്ഞിരിക്കുമ്പോൾ വാങ്ങി വില ഏറ്റവും കൂടിയിരിക്കുമ്പോൾ വിൽക്കും എന്ന് പറയുന്നതാണ് ഒരു കൺവെൻഷനലായിട്ട് ആൾക്കാർ ആദ്യം വിചാരിക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ടുള്ള സാധനമാണ് മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ് ഈസ് എ system of buying stocks or other securities that have had high returns over the past 3 to 12 months and selling those that have had poor returns over the same period. It aims to capitalize on the continuance of an existing market trend. Momentum in markets refers to the capacity for a price trend to sustain itself going forward. Basically ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവമൊക്കെ സ്റ്റഡി ചെയ്തിട്ട് ആ ട്രെൻഡിനനുസരിച്ച് ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കിൻ്റെ ഒരു കമ്പനിയുടെ സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ അത് അതിനൊരു ഈ പറഞ്ഞ പോലെ ഒരു 3 to 12 months പഠിച്ചു കഴിഞ്ഞിട്ട് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ അത് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് വാങ്ങി, അതുപോലെ തന്നെ അത് കുറയാൻ തുടങ്ങി അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് അത് വിറ്റ്, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ് മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി ഇതൊരു ആൾക്കാരുടെ ഒരു ഹേർഡ് മെൻറ്റാലിറ്റി ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, സിസ്റ്റം ഓഫ് ബൈയിങ് സ്റ്റോക്സ് ഓർ അതർ സെക്യൂരിറ്റീസ് ദാറ്റ് ഹാവ് ഹാഡ് ഹൈ റിട്ടേൺസ് ഓവർ ദ പാസ്റ്റ് 3 to 12 months and selling those that have had poor returns over the same period. Momentum traders benefit from herd mentality. അത് ഈ പറഞ്ഞതുപോലെ ആൾക്കാരുടെ ഒരു സൈക്കോളജിയാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് greed and fear of missing out. This can lead bull markets to rise higher than fundamentals might predict. Fear of losses and panic can likewise lead offsells to become crashes. അപ്പോൾ ഇതാണ് മൊമെൻറ്റം ട്രേഡിങ്ങിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങും അതിൻ്റെ അനാലിസിസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കേൾക്കുന്നതാണ്. അപ്പോൾ എന്താണ് മൊമെൻറ്റം ട്രേഡിംഗ് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അകത്ത് വന്നിരുന്ന ഒരു ന്യൂസിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ്. വെൻ ഇൻവെസ്റ്റേഴ്സ് ബൈ അസറ്റ്സ് വിച്ച് ആർ സ്റ്റെഡിലി റൈസിങ് ഇൻ പ്രൈസ്. അപ്പോൾ ന്യൂസിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ ടെക്നിക്കാലിറ്റീസിലേക്കൊന്നും പോകണ്ട. നിങ്ങൾ എന്താണ് മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ്, അതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആർട്ടിക്കിൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. അടുത്തത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. എന്തുകൊണ്ട് ന്യൂസിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ റീസെൻ്റ്ലി ന്യൂസിലൊക്കെ കണ്ടിരിക്കും, ചില കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫൈൻ ഇമ്പോസ് ചെയ്തിരുന്നു സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. ഡൽഹി ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ഫൈനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹെഫ്റ്റി ആയിട്ടുള്ള എമൗണ്ട് ഫൈനായിട്ട് അവരുടെ മേലെ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ മിസ്ലീഡിങ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഈയിടെ റീസെൻ്റായിട്ട് വന്ന 12th ഫെയിൽ സിനിമയ്ക്കകത്തൊക്കെ കാണുന്നത് പോലെ തന്നെ ആ സിനറിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 വന്ന എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, എങ്ങനെയാണ് കൺസ്യൂമേഴ്സ് എന്ന നിലയിൽ, ഉപഭോക്താക്കൾ എന്ന നിലയിൽ നമ്മുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഈ പറഞ്ഞ പോലെ മിസ്ലീഡിങ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മലയാളത്തിൽ ഒരു ഫിലിം സ്റ്റാറിനെതിരെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം അഭിനയിച്ച ആട് എൻ്റെ അകത്ത് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റിനൊക്കെ എതിരെ ഒരു ലീഗൽ പ്രൊട്ടക്ഷനൊക്കെയാണ് ഈ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി തരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ന്യൂസ് വരാനുള്ള കാരണം. കമ്മിറ്റി ഡിസ്കസസ് നോംസ് ടു റെയിൻ ഇൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ദാറ്റ് മേക്ക് മിസ്ലീഡിങ് ക്ലെയിംസ്. അപ്പോൾ അത് ഈയിടെ റീസെൻ്റ്ലി ന്യൂസിൻ്റെ അകത്തുണ്ടായിരുന്നു. The coaching institute should not make claims of 100% selection or 100% job guaranteed or guaranteed prelims or mains. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അതൊരു
സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബോഡിയാണ്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളതാണ്. The Central Consumer Protection Authority held the first meeting of the committee constituted to prepare guidelines concerning misleading ads in the coaching sector. The Central Consumer Protection Authority is a regulatory authority, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, സെറ്റപ്പ് അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 in relation to matters affecting rights of consumers by individuals or entities following improper trade practices. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എത്തിക്കൽ അല്ലാത്ത ട്രേഡ് പ്രാക്ടീസസും മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്തുനിന്നൊക്കെ ഉപഭോക്താക്കൾക്ക് കൺസ്യൂമേഴ്സിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന, ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. ഇതോടൊപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതും കൂടെ ഇതിനോടൊപ്പം തന്നെ ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കുക. എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അവരുടെ മാൻഡേറ്റ് എന്താണെന്ന് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. The objective of the Central Consumer Protection Authority is to promote, protect and enforce the rights of consumers as a class. ഉപഭോക്താക്കളെ റൈറ്റ് പ്രൊമോട്ട് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രൈമറി മാൻഡേറ്റ്. ഇറ്റ് വിൽ ബി എംപവേർഡ് ടു കണ്ടക്ട് ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പോൾ ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ബോഗസ് ക്ലെയിംസ് ഒക്കെ വെക്കുന്ന, എന്തെങ്കിലും മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ നടത്തുന്ന ഇതിനൊക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻസ് നടത്താനുള്ള പവറുണ്ട്. കണ്ടക്ട് ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ ടു വയലേഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് കംപ്ലയിൻറ്റ്സ്, പ്രോസിക്യൂഷൻ, ഓർഡർ റീകോൾ ഓഫ് അൺസേഫ് ഗുഡ്സ്. ഈ പറഞ്ഞ പോലെ തന്നെ അൺസേഫ് ഗുഡ്സിനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു വിളിക്കാൻ, ഇൻ ദ സെൻസ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ അവർ പറഞ്ഞിരിക്കുന്നത് പോലെ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഗുഡ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ റീകോൾ ചെയ്യാനുള്ള അധികാരം ഇവർക്കുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസസ്, ഓർഡർ ഡിസ്കണ്ടിന്യൂവേഷൻ ഓഫ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആൻഡ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെൻറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറയാനുള്ള പെർമിഷൻ ഉണ്ട്, അധികാരം ഇവർക്കുണ്ട്. അതുപോലെ ഇമ്പോസ് പെനാൽറ്റീസ്. അപ്പോൾ ഈ ഇമ്പോസ് പെനാൽറ്റീസ് എന്നുള്ളതിൻ്റെ അകത്ത് ആ ഒരു അധികാരം ഉപയോഗിച്ചാണ് അവർ ഈ പറഞ്ഞതുപോലെ തന്നെ പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും പല എമൗണ്ട് ഫൈനായിട്ട് ഇമ്പോസ് ചെയ്തത്. ഓൺ മാനുഫാക്ചറേഴ്സ്, എൻഡോഴ്സേഴ്സ്, പബ്ലിഷേഴ്സ് ഓഫ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ എന്താണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, അവരുടെ മാൻഡേറ്റ് എന്താണ്, കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ടേംസിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അത് എന്തുകൊണ്ട് ഇപ്പോൾ ന്യൂസ് വന്നെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അടുത്തത് ക്ലോറിൻ ലീക്ക്. എന്താണ് ന്യൂസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലോറിൻ ലീക്ക് ഇൻ ഡെറാഡൂൺ ലീവ്സ് റെസിഡൻസ് ബ്രീത്ത്ലെസ്. അപ്പോൾ അവിടുത്തെ ഒരു സിലിണ്ടേഴ്സിലാണെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്തിരുന്ന ക്ലോറിൻ ഗ്യാസ് ലീക്ക് ചെയ്ത് ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. കാഷ്വാലിറ്റി ഒന്നും ഇല്ല. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിനു മുമ്പും നമുക്കറിയാം, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇതേ ഐസോസൈനേറ്റിൻ്റെ കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ ജസ്റ്റ് ഈ ക്ലോറിൻ എന്തുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് ബ്രീത്ത്ലെസ്നെസ് ഒക്കെ ഉണ്ടാക്കുന്നത്, ബുദ്ധിമുട്ടൊക്കെ അൺഈസിനെസ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. Chlorine is a yellow-green, non-combustible gas with a pungent, irritating odor. It is a strong oxidizing agent and can react explosively or form explosive compounds with many substances. Chlorine is heavier than air and may collect in low-lying areas. Just chlorine എന്താണെന്നുള്ളതൊക്കെ പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെന്ന് ഓർത്തിരിക്കുക, ക്ലോറിൻ ഈസ് ഹെവിയർ ദാൻ എയർ ആൻഡ് മേ കളക്ട് ഇൻ ലോ ലൈയിങ് ഏരിയസ്. അത് എയറിനേക്കാളും ഭാരം കൂടിയതായതുകൊണ്ട് തന്നെ, ഡെൻസർ ആയതുകൊണ്ട് തന്നെ താഴെ സ്ഥലങ്ങളിൽ കളക്ട് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. Chlorine's most important use is as a bleach in the manufacture of paper and cloth. Chlorine is also widely used as a chemical reagent in the synthesis and manufacture of metallic chlorides, chlorinated solvents, pesticides, polymers, synthetic rubbers, refrigerants. ഇത് പലയിടത്തും ഇൻഡസ്ട്രിയൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്രിക്കോഷൻസോട് കൂടി വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആക്സിഡൻ്റൽ ലീക്കൊക്കെ നടന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആൻഡ് കെമിക്കൽ, ബയോളജിക്കൽ, റേഡിയോളജിക്കൽ ആൻഡ് ന്യൂക്ലിയർ ടീംസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ദുരന്ത നിവാരണ സേനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓടിയെത്തി ആൾക്കാരെയൊക്കെ ഇവാക്യുവേറ്റ് ചെയ്തു, ആൾക്കാർക്ക് വേണ്ട മെഡിക്കൽ എയ്ഡൊക്കെ കൊടുത്തു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലോറിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ലാക്രിമേറ്ററി ഏജൻസ് എന്നൊക്കെ പറഞ്ഞ്, അതായത് നമ്മുടെ റൈറ്റ് കൺട്രോൾ, ടിയർ ഗ്യാസ് എന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടാണ്. നമ്മുടെ പോലീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ
സ്റ്റേറ്റ് പോലീസ് ഫോഴ്സുകളൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നതാണ് ടിയർ ഗ്യാസ്. അപ്പോൾ അങ്ങനത്തെ റൈറ്റ് കൺട്രോൾ ഏജൻസിനെ ആണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ അത് യുദ്ധത്തിൽ ഉപയോഗിച്ചായിരുന്നു. ഇപ്പോൾ പല പല കൺവെൻഷൻസ് കാരണം കെമിക്കൽ വെപ്പൺസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഈ വയലൻ്റ് ആയിട്ടുള്ള മോബിനെ അല്ലെങ്കിൽ റൈറ്റൊക്കെ നടക്കുമ്പോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി റീസെൻ്റ് ആയിട്ടും ഈ പറഞ്ഞ പോലെ ഫ്രാൻസിലും വെനിസ്വേലയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് ടിയർ ഗ്യാസ് പോലത്തെ. അങ്ങനെ ഇൻ ജനറൽ അതിനെ പറയുന്ന പേരാണ് ലാക്രിമെറ്ററി ഏജൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ടിയർ ഗ്യാസിൻ്റെ അകത്തൊക്കെ അതൊരു ക്ലോറിൻ കോമ്പൗണ്ടാണ്, ക്ലോറിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ടിഷ്യൂസും ഒക്കെ ആയിട്ട് ഇൻഹെയിലൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, പെട്ടെന്ന് നമുക്കൊരു അൺഈസിനെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് ഇൻ പർട്ടിക്കുലർ റിലേറ്റഡ് ടു എ ക്ലോറിൻ ലീക്ക് ഇൻ ഡെറാഡൂൺ ആണ്. അപ്പം ഇൻഡസ്ട്രിയൽ ആക്സിഡൻസും അതിനെതിരെ വേണ്ട പ്രിക്കോഷൻസും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അകത്തുമൊക്കെ പഠിക്കുന്നതാണ്. എസ്പെഷ്യലി സിൻസ് ഇതിന് മുമ്പ് അങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥിതിക്ക്. അടുത്ത ന്യൂസ് റെമിഷൻ. അപ്പോൾ എന്താണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹിന്ദുവിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ന്യൂസ് കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. ഗുജറാത്ത് റൈറ്റ്സിനോടനുബന്ധിച്ച് നടന്ന പ്രശ്നങ്ങളും ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന അവരുടെ കാണുന്നുണ്ടെങ്കിൽ അവരുടെ അതിൻ്റെ അത് കൺവിക്റ്റഡ് ആയിട്ടുള്ള, അവരെ ഗ്യാങ് റേപ്പ് ചെയ്തു, അവരുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെയൊക്കെ മർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് കൺവിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ ഗുജറാത്ത് ഹൈക്കോർട്ടാണെന്നുണ്ടെങ്കിൽ റെമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കാണ് ഈ റെമിഷനുള്ള പവർ ഉള്ളത്? പ്രസിഡൻറ്റിന്, ഗവർണർക്ക്, അതല്ലാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനുണ്ടോ? റീസെൻ്റ്ലി കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോർട്ടാണെന്നുണ്ടെങ്കിൽ അവർ ആ കൺവിക്ട്സിനെ റെമിറ്റ് ചെയ്തുകൊണ്ടുള്ള ഗുജറാത്ത് ഹൈക്കോർട്ടിൻ്റെ നടപടി ശരിയല്ല എന്ന് പറഞ്ഞു. വീണ്ടും അവരോട് ജയിലിലേക്ക് തിരിച്ചു ചെല്ലാൻ പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആർക്കാണ് ഈ റെമിഷൻ അതിനുവേണ്ടിയുള്ള പവർ ഉള്ളത്? നമുക്കറിയാം പ്രസിഡൻറ്റിനും ഗവർണർക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റെമിഷൻ, അതുപോലെ തന്നെ പ്രസിഡൻറ്റിനാണെന്നുണ്ടെങ്കിൽ പാർഡനിങ് പവറൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രിസൺസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. നിങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ, ഡിഫറെൻറ്റ് ഷെഡ്യൂൾസിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് 1, ലിസ്റ്റ് 2, ലിസ്റ്റ് 3, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ഒക്കെ പഠിക്കുന്നതാണ്. അതിൻ്റെ അകത്തെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു സബ്ജക്റ്റാണ് പ്രിസൺസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതത് സ്റ്റേറ്റുകളാണ് അതിൻ്റെ അകത്തുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ റെമിഷനുള്ള ഒരു കൺവിക്സിനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെമിഷൻ നടത്താനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രിസൺസ് എന്ന് പറയുന്നത് ബേസിക്കലി റീഹാബിലിറ്റേഷൻ, അതായത് കറക്ഷണൽ ഫെസിലിറ്റീസ് ആണ് എന്നൊക്കെയുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം. എനിവേ, പക്ഷേ ഈ പർട്ടിക്കുലർ കേസിലാണെന്നുണ്ടെങ്കിൽ ട്രയൽ നടന്നത് നമ്മുടെ മഹാരാഷ്ട്ര ബോംബെ ഹൈക്കോർട്ടിലായിരുന്നു. അപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനാണ് അതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലുള്ള പോളിസി, അതായത് ആ ക്രൈം നടന്ന സ്ഥലത്തിൻ്റെ ജൂറിസ്ട്രിക്ഷനുള്ള കോർട്ടിനല്ല, മറിച്ച് ആ ട്രയൽ നടന്ന കോർട്ടിനാണ്. ട്രയൽ നടന്ന ഹൈക്കോർട്ടിരിക്കുന്ന അവിടുത്തെ ഗവൺമെൻറ്റിനാണ്, പർട്ടിക്കുലർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് അത് ഈ കൺവിക്സിനെയൊക്കെ റിമിഷൻ നടത്താനുള്ള അധികാരമുള്ളൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചിരിക്കുക. നമ്മുടെ ജുഡീഷ്യറിയുടെ കാര്യങ്ങളും കുറച്ച് കേസ് സ്റ്റഡീസും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് റെമിഷൻ? അപ്പം അതൊരു ഡിസ്ക്രിഷനാണ്. അപ്പോൾ ആ ഡിസ്ക്രിഷൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ആർട്ടിക്കിൾ ഒന്ന് വായിച്ചിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ the 11 convicts in the Bilkis Bano case were released by the Gujarat government under its remission and premature release policy on August 15, 2022. അപ്പോൾ അത് ന്യൂസിലുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. The Supreme Court noted that, അപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോർട്ട് എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, the Supreme Court noted that the appropriate government to decide remission is a state within whose jurisdiction the accused were sentenced. അതാണ് ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ഗുജറാത്ത് റൈറ്റ്സിനോടനുബന്ധിച്ച് കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നടക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ സ്റ്റേറ്റിലേക്ക്
മാറ്റാറുണ്ട്, വേറെ സ്റ്റേറ്റിൻ്റെ ജൂറിസ്ഡിക്ഷനിലുള്ള ഹൈക്കോർട്ടുകളിലേക്ക് മാറ്റാറുണ്ട്. അപ്പോൾ വേറെ ഹൈക്കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷനുള്ള സ്റ്റേറ്റുകളിലേക്ക് മാറ്റാറുണ്ട്. അതുപോലെ തന്നെ ഈ കേസിലാണെന്നുണ്ടായിരുന്നാലും മഹാരാഷ്ട്ര ബോംബെ ഹൈക്കോർട്ടാണ് ഈ വിചാരണയും കുറ്റമൊക്കെ വിധിച്ചത്. അപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനാണ് അവരെ കൺവിക്ഷനെ റെമിഷൻ അനുവദിക്കാനുള്ള അധികാരമുള്ളത്. ഗുജറാത്ത് ഗവൺമെൻറ്റിനില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിന് പ്രകാരം കൺവിക്ഷനോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു വന്ന് ജയിൽ ടേം അനുഭവിക്കാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. The Supreme Court noted that the appropriate government to decide remission is a state within whose jurisdiction the accused were sentenced and not the state within whose territorial limits the offence was committed or the accused were imprisoned. Here, the competent government in this matter would be the Maharashtra government where the trial took place. അപ്പോൾ വിചാരണയും കാര്യങ്ങളൊക്കെ നടന്നത് മഹാരാഷ്ട്രയിലായിരുന്നു, ബോംബെ ഹൈക്കോടതിയിലായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. മഹാരാഷ്ട്രയിലെ കോർട്ടുകളിലായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നതെന്നുള്ളതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ഈ ആർട്ടിക്കിൾ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്നുണ്ടെന്ന് വായിക്കാൻ നോക്കുക. ഇതിനകത്ത് കൺസെപ്റ്റ് ഓഫ് റെമിഷൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡൻറ്റിനും ഗവർണറിനും ഉള്ള സ്പെഷ്യൽ പവേഴ്സ് ആയിട്ടുള്ളത്, പ്രസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പാർഡനിങ് പവർ, ആ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അണ്ടർ ആർട്ടിക്കിൾ 72 and 161 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ പ്രസിഡന്റ് ആൻഡ് ദ ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ് ക്യാൻ പാർഡൻ എ കൺവിക്ട് ആൻഡ് ക്യാൻ ഓൾസോ സസ്പെൻഡ്, റെമിറ്റ് ഓർ കമ്മ്യൂട്ട് എ സെൻറ്റൻസ് പാസ്ഡ് ബൈ ദ കോർട്ട്സ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ നിങ്ങൾ പോളിറ്റിയിലൊക്കെ പഠിക്കുന്നതാണ്, പാർഡനിങ് പവർ ഓഫ് ദ പ്രസിഡൻ്റ് ഒക്കെ. അപ്പോൾ ആ കാര്യങ്ങൾ അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഭരണഘടന അനുച്ഛേദം ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിയിരിക്കുക. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ടു ഹാവ് ദ പവർ ടു റെമിറ്റ് സെൻറ്റൻസസ് അണ്ടർ സെക്ഷൻ 432 ഓഫ് CRPC. ദിസ് ഈസ് ബിക്കോസ് പ്രിസൺസ് ഇസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും അതിനുള്ള അധികാരമുണ്ട് CRPC പ്രകാരം, CRPCയിലെ സെക്ഷൻ 432 പ്രകാരം. കാരണം ഒബിയസ്ലി പ്രിസൺ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അപ്പം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭരണഘടന ഷെഡ്യൂൾസിൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഷെഡ്യൂൾസിൻ്റെ അകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല പല ഷെഡ്യൂൾസിൻ്റെ അകത്തൊക്കെ പഠിക്കുന്നതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പ്രിസൺ വന്നേക്കുന്നത്. കറക്ഷണൽ ഫെസിലിറ്റീസ് ആണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ IPC CRPC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ചേഞ്ച് വരുന്നുണ്ട്. കൊളോണിയൽ ലോസ് ആയിട്ടുള്ളതായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ്, അതുപോലെ തന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, എവിഡൻസ് ആക്ട്, അതിൻ്റെ അകത്തൊക്കെ ചേഞ്ച് വരുമ്പോൾ അതെന്താണ് അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അടുത്തത് സ്ക്വയർ കിലോമീറ്റർ അറേ പ്രോജക്റ്റ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യ ആൻഡ് ജയൻറ്റ് റേഡിയോ ടെലസ്കോപ്പ്. ഇന്ത്യ ഹാസ് ഡിസൈഡഡ് ടു ജോയിൻ ദ സ്ക്വയർ കിലോമീറ്റർ അറേ പ്രോജക്റ്റ്. വാട്ട് ഈസ് ദിസ് ഇന്റർനാഷണൽ സയൻറ്റിഫിക് കൊളാബറേഷൻ? What will it do and how will joining it with full member status help India scientist? ഇത് ബേസിക്കലി ആണെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ കൊളാബറേഷനാണ്. റേഡിയോ ടെലസ്കോപ്പാണ് ഏറ്റവും വലിയ, ഇപ്പോൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നത് ഏറ്റവും വലിയ റേഡിയോ ടെലസ്കോപ്പാണ്. ദ പ്രോട്ടോടൈപ്പ് ആൻറ്റീനാസ് ഫോർ ദ SK ലോ ടെലസ്കോപ്പ് ബീങ് ഇൻസ്റ്റാൾഡ് അറ്റ് ഓസ്ട്രേലിയ ആൻഡ് സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിങ്ങൾ റേഡിയോ ടെലസ്കോപ്പ് ആണ്, അതൊരു ഇൻ്റർനാഷണൽ കൊളാബറേഷനാണ്. ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ ഡെസേർട്ടിലും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ ആയിട്ടാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ആസ്ട്രോബയോളജിയിലേക്കും അങ്ങനത്തെ കാര്യങ്ങളിലേക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലൊരു സ്റ്റഡി നടത്താൻ വേണ്ടി ഇത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ കൊളാബറേഷനിൽ ഇന്ത്യ ഫുൾ ടൈം മെമ്പർ ആയതുകൊണ്ട് തന്നെ, ഇന്ത്യ ജോയിൻ ചെയ്ത ഫുൾ ടൈം മെമ്പർ സ്റ്റാറ്റസ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ സയൻറ്റിസ്റ്റിനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡേറ്റ ഒക്കെ ആക്സസ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യ അതിൻ്റെ ഡിസൈനിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യും. ഇന്ത്യ ഈ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള ഇൻ്റർനാഷണൽ സയൻറ്റിഫിക് കൊളാബറേഷൻസിൻ്റെ അകത്തൊക്കെ പാർട്ടാണ്. ITER ഒക്കെ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ട് കാണും, ഇൻ്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എനർജി റിയാക്ടർ. ന്യൂക്ലിയർ ഫ്യൂഷനിൻ്റെ അകത്തുനിന്ന് എനർജി ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പദ്ധതിയാണ്, ഒരു മോഡലാണ് ഇൻ്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എനർജി റിയാക്ടർ. അതിൻ്റെ അകത്തൊക്കെ ഇന്ത്യ പാർട്ടാണ്. ഒരു ഇൻ്റർനാഷണൽ കൊളാബറേഷനാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് ബേസിക്കലി സ്ക്വയർ കിലോമീറ്റർ അറേ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റേഡിയോ ടെലസ്കോപ്പ്, റേഡിയോ ആസ്ട്രോണമി ഒബ്സർവേറ്ററി ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ നിങ്ങൾ വേറെ ഇപ്പം ന്യൂസിലുള്ള ടെലസ്കോപ്പുകൾ, ജെയിംസ് വെബ് ടെലസ്കോപ്പ്, അതിന് മുമ്പുണ്ടായിരുന്ന ഹബിൾ ടെലസ്കോപ്പ്, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള വേറെ ടെലസ്കോപ്പുകൾ, നമ്മുടെ നനിറ്റാളിലുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ ഡെസേർട്ടിലും സൗത്ത് ആഫ്രിക്കയിലുമായിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആസ്ട്രോബയോളജി അങ്ങനത്തെ, അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് നമ്മുടെ
ഗാലക്സിയുടെ ഫോർമേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ കൂടുതൽ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റേഡിയോ ടെലസ്കോപ്പ് സിസ്റ്റമാണ്. സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഇൻഫ്രാസ്ട്രക്ചറൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യ അതിൻ്റെ ഫുൾ ടൈം മെമ്പറായി എന്നുള്ളതാണ് ന്യൂസ്. India has decided to formally join the Square Kilometre Array project, an international scientific collaboration working to build the world's largest radio telescope. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ടെലസ്കോപ്പ് ബിൽഡ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് സ്ക്വയർ കിലോമീറ്റർ അറേ പ്രൊജക്റ്റ്. ദ സ്ക്വയർ കിലോമീറ്റർ അറേ ഈസ് ആൻ ഇന്റർനാഷണൽ റേഡിയോ ടെലസ്കോപ്പ് പ്രൊജക്ട് built in Australia and South Africa, designed to explore the universe in unprecedented detail. The Square Kilometre Array Observatory aims to address the fundamental questions in astrophysics, cosmology and astrobiology. These include the nature of dark matter and dark energy, the origins of cosmic magnetism and the search for extraterrestrial intelligence. അപ്പോൾ ബേസിക്കലി ഈ പറഞ്ഞതുപോലെ തന്നെ സ്പേസ് സ്റ്റഡീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ്, അതുപോലെ തന്നെ ലൈഫ് ഔട്ട്സൈഡ് എർത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റി ഒക്കെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ കൊളാബറേഷൻ പ്രൊജക്റ്റ് ആയിരുന്നു സ്ക്വയർ കിലോമീറ്റർ അറേ. അതിൻ്റെ അകത്ത് ഇന്ത്യ ഫുൾ ടൈം മെമ്പറായി ജോയിൻ ചെയ്തിരിക്കുന്നു. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. സ്പീഷീസ് ഇൻ ന്യൂസ് ആയിട്ട് സിസൽ പ്ലാന്റ്, അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അറിയാം, ഈ പറഞ്ഞ പോലെ തന്നെ സാനിറ്ററി പാർട്സ് അതിൻ്റെ ഡിസ്പോസലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എൻവയോൺമെൻറ്റൽ കൺസേൺ ആണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനൊരു സസ്റ്റൈനബിൾ സൊല്യൂഷൻ ആകാൻ ഒരു പോസിബിൾ സസ്റ്റൈനബിൾ സൊല്യൂഷനാണ് ഈ സിസൽ പ്ലാന്റിൻ്റെ അകത്തുനിന്ന് വരുന്ന പ്രൊഡക്ട്സ്. അപ്പം ഇതായിരുന്നു അതിൻ്റെ അകത്ത് ന്യൂസിൻ്റെ അകത്ത്. കുഡ് സിസൽ ലീവ്സ് മേക്ക് സാനിറ്ററി നാപ്കിൻസ് മോർ സസ്റ്റൈനബിൾ ഇൻ ഇന്ത്യ. A Stanford team led by Manu Prakash has found the absorbent material can be produced using sisal leaves and could replace cotton, wood pulp and chemical absorbents in sanitary napkins. The team has also reported a way to obtain the material without using any polluting chemicals. അപ്പോൾ ഇപ്പോഴത്തെ സിനാറിയോയിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ തന്നെ ഡിസ്പോസൽ അത് ഇൻസിനറേറ്റ് ചെയ്യുക, കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ന്യൂസിൻ്റെ അകത്ത് കണ്ടപോലെ തന്നെ അത് പൊല്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവും. പിന്നെ അതല്ലാതെ ഉള്ള ഡിസ്പോസൽ മെക്കാനിസം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര കണ്ട് വൈഡ് സ്പ്രെഡ് അല്ല. പിന്നെ ഇന്ത്യയുടെ ഒരു സോഷ്യോളജിക്കൽ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സാനിറ്ററി നാപ്കിൻസിൻ്റെ ആൾട്ടർനേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യുക എന്ന് പറയുന്നതും മെൻസ്ട്രൽ കപ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ യൂസ് ആണെന്നുണ്ടെങ്കിൽ അത്ര കണ്ട് ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇതിനൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിനൊരു പോസിബിലിറ്റിയാണ് ഈ പറഞ്ഞ പോലെ സിസൽ പ്ലാന്റ്. അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ലീവ്സിൻ്റെ അകത്തുനിന്ന് വരുന്ന മെറ്റീരിയൽസ്, അബ്സോർബൻറ്റ് മെറ്റീരിയൽസ് ഒക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിനോടൊപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓക്സോ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാനിറ്ററി പാർട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വളരെ വില കുറച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സുവിധ സാനിറ്ററി പാർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ മെൻസ്ട്രൽ ഹൈജീനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊരു സസ്റ്റൈനബിൾ സൊല്യൂഷനാണ്. അപ്പോൾ എന്താണ് സിസൽ പ്ലാന്റ് എന്നുള്ളതെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഒഡീഷ, മഹാരാഷ്ട്രയിലൊക്കെ ഉള്ള ഒരു സീറോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ഡ്രൈ കണ്ടീഷൻസ് കാണുന്ന അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ചെടിയാണ്. പിന്നെ മൂവ് ടു മേക്ക് മെൻസ്ട്രൽ ഹൈജീൻ പ്രൊഡക്ട്സ് മോർ എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ, സയന്റിസ്റ്റ് ഹാവ് റിപ്പോർട്ടഡ് എ മെത്തേഡ് ടു പ്രൊഡ്യൂസ് ഫ്രം സിസൽ ലീവ്സ് എ ഹൈലി അബ്സോർബന്റ് ആൻഡ് റിറ്റൻറ്റീവ് മെറ്റീരിയൽ. The material can potentially replace cotton, wood pulp and chemical absorbents in sanitary napkins. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കെമിക്കൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതനുസരിച്ച് അലർജി അങ്ങനത്തെ പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെതിരെയൊക്കെയുള്ള അതൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവാണ് ഈ സിസൽ പ്ലാന്റ്സ്. അത് സ്റ്റഡി സക്സസ്ഫുള്ളി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ആ ചെടി. സീറോഫൈറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഡ്രൈ കണ്ടീഷൻസിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ്. സിസൽ ഈസ് എ സ്പീഷീസ് ഓഫ് ദ ഫ്ലവറിംഗ് പ്ലാന്റ് നേറ്റീവ് ടു സദേൺ മെക്സിക്കോ. അപ്പോൾ ഇന്ത്യക്കാരനല്ല, സദേൺ മെക്സിക്കോയിലെ നേറ്റീവാണ്. പക്ഷേ വൈഡ്ലി കൾട്ടിവേറ്റഡ് ആൻഡ് നാച്ചുറലൈസ്ഡ് ഇൻ മെനി അതർ കൺട്രീസ്. ഇറ്റ് ഈൽസ് എ സ്റ്റിഫ് ഫൈബർ യൂസ്ഡ് ഫോർ മേക്കിംഗ് റോപ്സ് ആൻഡ് വേരിയസ് അതർ പ്രൊഡക്ട്സ്. ഇതിൻ്റെ ഇലയിൽ നിന്ന് വരുന്ന മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഫൈബർ, റോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അതിന് അബ്സോർബൻ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ഇൻ ഇന്ത്യ സിസൽ ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ ഒഡീഷ, മഹാരാഷ്ട്ര ആൻഡ് സദേൺ സ്റ്റേറ്റ്സ്. അപ്പോൾ എന്താണ് സിസൽ പ്ലാന്റ്, അതിൻ്റെ പൊട്ടൻഷ്യൽ യൂസ് എന്താണ്, ആപ്ലിക്കേഷൻ എന്താണ്, മെൻസ്ട്രൽ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും വുമൺ ഹെൽത്ത് അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അടുത്തത് പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഇക്വഡോർ. എന്താണ് ന്യൂസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ഡിക്ലെയർഡ് അമിഡ് പ്രസന്റ് കാവോസ്. അതാണ് ന്യൂസ് വന്നത്. അതായത് അവിടെ ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു
ഒരു ഒരു ഗ്യാങ് ലീഡർ, അവിടുത്തെ ഒരു മാഫിയ ലീഡർ ജയിലിൽ ചാടിപ്പോയി. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ പ്രസൻസിൽ അവിടുത്തെ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള പ്രസൻസിലൊക്കെ ആണെന്നുണ്ട് റൈറ്റ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു തടവ് പുള്ളി ജയിലിൽ ചാടിപ്പോയതിൻ്റെ പേരിൽ ആ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇക്വഡോർ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലാറ്റിൻ അമേരിക്ക, അതിൻ്റെ അകത്ത് തന്നെ ലാറ്റിൻ അമേരിക്കയുടെ മുകളിൽ കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡ്രഗ് കാർട്ടൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഗ്യാങ് വാർസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പല തരത്തിൽ നടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് എന്താണ് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. Ecuadorian President Daniel Noboa on Monday declared a state of emergency for 60 days, a day after the country's most wanted prisoner disappeared from the jail where he was being held. അപ്പോൾ ഇക്വഡോർ എവിടെയാണ്? ഇക്വേറ്റർ ഒക്കെ പാസ് ചെയ്യുന്നൊരു കൺട്രിയാണ്. ഇക്വേറ്റർ പാസിങ് കൺട്രീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഏതൊക്കെയാണെന്നുള്ളതൊക്കെ. 13 കൺട്രീസിൽ കൂടെ ഇക്വേറ്റർ പാസ് ചെയ്യുന്നുണ്ട്. ഇക്വേറ്റർ പാസ് ചെയ്യുന്നൊരു കൺട്രിയാണ് ഇക്വഡോർ. സൗത്ത് അമേരിക്കയിലുള്ളതാണ്. നമ്മുടെ കൊളംബിയയോടും പെറുവിനോടും ഒക്കെ ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ്. So Ecuador is a country in the northwestern South America, bordered by Colombia on the north, Peru on the east and south, and the Pacific Ocean on the west. Ecuador also includes the Galapagos Islands in the Pacific, about 1,000 kilometers west of the mainland. The country's capital is Quito. അപ്പോൾ ഈ ഗാലപ്പാഗോസ് ഐലൻഡ്സ്, ഇത് ബയോഡൈവേഴ്സിറ്റി ഒക്കെ വളരെയധികം ഉള്ള ഇക്വറ്റോറിയൽ റീജിയൻ ആയതുകൊണ്ട് തന്നെ ബയോഡൈവേഴ്സിറ്റി ഒക്കെ വളരെയധികം ഉള്ള ഒരു രാജ്യമാണ്, ഒരു ചെറിയ രാജ്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഡ്രഗ് കാർട്ടൽസ് ഒക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇക്വേറ്റർ പാസ് ചെയ്യുന്ന രാജ്യമാണ്. പിന്നെ ഗാലപ്പാഗോസ് ഐലൻഡ്സ്, ഡാർവിൻ്റെ പഠനങ്ങളൊക്കെ നടന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഗാലപ്പാഗോസ് ഐലൻഡ് ഇക്വഡോറിൻ്റെ ജൂറിസ്ട്രിക്ഷനിലുള്ളതാണ്. മെയിൻലാൻഡിൽ നിന്ന് മാറി പസഫിക് ഓഷനിലുള്ള ഗാലപ്പാഗോസ് ഐലൻഡ് നമ്മുടെ ഇക്വഡോറിൻ്റെ ജൂറിസ്ട്രിക്ഷനിലുള്ള ഒരു ഐലൻഡ് ഗ്രൂപ്പാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ അത് എന്താണ് ന്യൂസ് വന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്റ്റേറ്റ് ഓഫ് എമർജൻസി അവിടുത്തെ പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്തിരിക്കും. സോ വിത്ത് ദിസ് നമ്മുടെ ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.